പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 17-ാം തീയതി വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ,
അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോനാമത്തെ ആസ്വദിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തവർ, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെ കൂടെ കൃപാസനത്തിലെ കഴിഞ്ഞ ജൂൺ മാസം ആദ്യം വരെ ഇവിടെ സ്പിരിച്വൽ ആനിമേറ്ററായിരുന്ന അലക്സസിനില്ലേ, അലക്സ് കൊച്ചിക്കാരൻ വീട്ടിലെ അച്ഛനിപ്പോൾ ഒരു നല്ല വലിയ പള്ളിയിലാണ്, നല്ല സുന്ദരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നന്ദി. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത്, അച്ഛൻ ഇടയ്ക്ക് ഞങ്ങളുടെ പ്രശ്നം കഴിക്കുമ്പോഴേക്കുണ്ടല്ല, അച്ഛൻ ഈ മിഷൻ ജോലി ചെയ്ത അച്ഛനെ ഈ റീജൻസി ചെയ്തത് മേഘാലയയിൽ ഒരു കൊല്ലം റീജൻസി ചെയ്ത്, അത് മലയോര പ്രദേശമാണല്ലോ. പക്ഷേ റീജൻസി ചെയ്യുമ്പോൾ അച്ഛൻ പറയണത് ഒരു സീസൺ കഴിഞ്ഞൊരു 3 മാസത്തേക്ക് അവിടെ ആൾക്കാർ കഴിക്കണം, വീട്ടിൽ നിന്ന് ആൾക്കാർ കഴിക്കണത്. വീട്ടിലില്ലേ, ഞാൻ തന്നെ വാവിളിച്ചു പോയി. അതിങ്ങനെ കൊച്ചു കുഞ്ഞും മരുന്നും എല്ലാം കുറ്റിക്കാട്ടിലേക്ക് പോയിട്ട് ഈ സമയമാകുമ്പോൾ വിട്ടിലുകൾ എവിടുന്നോ പറന്ന് വരും. ആ വിട്ടുകളിലേക്ക് പറിച്ച് പിടിച്ചവർ എല്ലാവരുടെ കയ്യിലും ഒരു 1/2 കിലോ 2 കിലോ 3 കിലോ വെച്ച് അവർ കളക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ നല്ല ഇതുണ്ട്, പ്രോട്ടീൻസ് ഉണ്ടാവുകയെ. കഴിക്കാൻ നമുക്ക് ഇപ്പം കഴിക്കാതൊക്കെ ഇരുന്ന് കഴിക്കാതിരിക്കുക ആൾക്കാർ, പക്ഷേ കഴിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ കഴിച്ച് പോകും, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ചെമ്മിനൊക്കെ കഴിക്കണില്ലേ, കഴിച്ച് പണ്ട് ശീലിച്ച കൊണ്ടാണേ. വീട്ടിലാണ് നമുക്ക് ചെമ്മിന് പകരം നമ്മൾ വീട്ടിലാണ് ആദ്യമേ കഴിച്ചെങ്കിൽ നമ്മൾ വീട്ടിലിനെ കഴിച്ചേക്കണം. ഇതെല്ലാം ഒരു ഫുഡ് എപ്പോഴും ഒരു ഹാബിറ്റല്ലേ, ഹാബിറ്റ് ആണ് ഫുഡ്. അപ്പം നമ്മുടെ ഫുഡ് ഹാബിറ്റ് അത്ര ഗുണമില്ലാത്ത കൊണ്ടല്ലേ നമ്മൾ വയറൊക്കെ ചാടി അടക്കണം. ചോറ് എപ്പോഴും തിന്നും, പഴഞ്ഞ് കഞ്ഞി കുടിക്കും, നമ്മൾ ചോറ് തിന്നും, കഞ്ഞി കുടിക്കും, കുഞ്ഞില്ലാതെ. അപ്പം ഇനിയിപ്പോൾ പുതിയ തലമുറ വന്നപ്പോൾ കുറച്ച് അവർ മാറ്റുകയും അവർ ചപ്പാത്തിയിലോട്ട് അല്ലെങ്കിൽ വേറെ കുറച്ച് വെജിറ്റേറിയനിലേക്കൊക്കെ പോകുന്നുണ്ട് പിള്ളേർ. അതെല്ലാ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. വീട്ടിൽ വരുന്ന ഒരു സീസണാണ് മേഘാലയയിൽ. ആൾക്കാർ പറയുന്നത് അത് സന്തോഷത്തോടെയാണ്, അവർ ഉത്സവത്തോടെയാണ്. പണ്ട് കിഴക്കൻ നാട്ടിലൊക്കെ നമ്മുടെ കോട്ടയം, പാല, കാഞ്ഞിരപ്പള്ളി സ്ഥലമൊക്കെ കപ്പ പറിക്കണ ഒരു രാത്രി ഉണ്ടായിരുന്നു. കപ്പ പുഴുങ്ങണ രാത്രി, വട്ട അരിഞ്ഞ് ഉണക്കണ രാത്രി. എന്തൊരു ഉത്സവം! മനുഷ്യൻ നാടിൻ്റെ നൈസർഗികമായ ഒരു ഉത്സവത്തിൻ്റെ കാലമായിരുന്നത്. നമ്മുടെ പാലപ്പുഴ നാട്ടിലാണെങ്കിൽ തേങ്ങ വെട്ട് വലിയ ഉത്സവമായിരുന്നു. അത് ഉണക്കണതും കടപ്പുറത്ത് ഞാൻ അപ്പനുമായിട്ട് പോയി കടപ്പുറത്ത് തേങ്ങ രാത്രി ഉണക്കുമായിരുന്നു. ഉണക്കാൻ വെച്ചിട്ട് രാത്രി കൂട്ടിടക്കാൻ പോകും. അപ്പോൾ അവിടെ തേങ്ങ കടത്താൻ വേണ്ടി കുറേ ആൾക്കാർ വരും. അവർ കടത്തിയിടുന്ന ചിരട്ട എടുത്ത് കുപ്പ കൂട്ടിയിട്ട് അതിൻ്റെ പുറത്ത് കപ്പ എടുത്ത് ചുട്ടെടുക്കും. ഒരു നാട്ടു സന്തോഷങ്ങളെ. ഇങ്ങനെ ഓരോ സീസണിലും ആൾക്കാർക്ക് ഓരോ സന്തോഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലൊരു സീസൺ ബൈബിളിൽ എല്ലാത്തിനും സീസണുണ്ട്. പക്ഷേ ആധ്യാത്മിക ജീവിതത്തിന് സീസണില്ല. നമ്മുടെ ഉടമ്പടിക്ക് തന്നെ നമ്മൾ ഒരു 90 ദിവസം എന്ന് വെച്ചേക്കണില്ലേ, 90 ദിവസം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പെടുന്ന നിങ്ങൾക്കൊരു ഇപ്പോൾ ഓൺ ഇയർ മാർച്ച് സെറ്റ് ഗോ എന്ന് പറയാൻ വേണ്ടി ഒരു സ്റ്റാർട്ടർ നമ്മുടെ ഉപ്പൂരിയുടെ വെക്കത്തില്ലേ,
ആൾ ചവിട്ടിക്കൊണ്ടാണല്ലോ അവർ കുതിക്കുന്നത്. ഇങ്ങനെ ഈ 90 ദിവസം വെച്ചിരിക്കുന്നത് കുതിപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ കുതിച്ച് അവിടെ തന്നെ കിടക്കരുത്. എന്തുമാത്രം ആൾക്കാരാണെന്നാ കുതിച്ച് കയറിപ്പോയത് ക്രിസ്തുവിൽ. ഞാൻ നല്ല ഓട്ടം ഓടി. എടുത്ത് അതായത് 2 തിമോത്തി 4:7-8. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എന്തോ നടപ്പല്ലായിരുന്നു കക്ഷി, വിശ്വാസ ജീവിതം കാക്കാൻ വേണ്ടി ഓടുകയായിരുന്നു. അതിൻ്റെ ഒന്നും നിൽക്കുന്നില്ല. നടപ്പല്ല, സ്ലോ ഡൗൺ അല്ല. ഉടമ്പടി ഒരു ഓട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഓടി കയറുന്ന എന്തുമാത്രം മനുഷ്യരാണെന്നറിയാവാ ഇവിടുത്തെ സാക്ഷ്യം പറയണത്. ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് 3 സാക്ഷ്യം, 3ാമത്തെ സാക്ഷ്യം പറഞ്ഞ് 6 കൊല്ലത്തിനുള്ളിൽ 3 സാക്ഷ്യം കിടിലൻ സാക്ഷ്യമാണ്. അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അവർ സുവിശേഷ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, സുവിശേഷ സാക്ഷ്യം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു എന്താണ്, ഒരു സീസണബിളാകരുത്. വിട്ടിൽ വരണത് പിടിച്ചു തിന്നാൻ പറ്റുന്ന രീതിയിൽ മേഘാലയക്കാർക്ക് ഒരു സീസൺ ഉണ്ടായിരുന്ന പോലെ ഒരു സീസണല്ല ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഓൺഗോയിങ് നടപ്പമല്ല, പിന്നെന്താണ്, ഇത് ഓട്ടമാണ്. വിശ്വാസ സംബന്ധമായ കാര്യത്തിന് സ്പീഡ് ഉണ്ടാകണമെന്ന് അർത്ഥം, ഹോൾട്ട് ഉണ്ടാകരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.